എനിക്ക് ഈ ഇമേജ് വല്ലാതെ വരുമ്പോൾ ഒരു ശ്വാസം മുട്ടാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അധികം പേര് ഇമേജ് ഉണ്ടാക്കാൻ നോക്കുന്നവരാണ്. ഐ വാണ്ട് ടു ബി സംതിങ് സ്പെഷ്യൽ, യുണീക്ക് ഓൾവേസ്. ഇപ്പം എൻ്റെ ഓട്ടായാലും ചാട്ടായാലും തുറന്നു പറച്ചിലായാലും ഇതൊക്കെ സംതിങ് യുണീക്ക് ആൻഡ് ഐ എൻജോയ്. ഐ എം മോർ കംഫർട്ടബിൾ ഇൻ ദാറ്റ്. ഉദാഹരണം, ഞാനൊരു ഓട്ടോ ഉണ്ടായിരുന്നു, കേരളം മുഴുവൻ ഓടിയിരുന്നു. ഗിവ് ബ്ലഡ് സേവ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ കോസിന് വേണ്ടി. ഒരു 5-10 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു സ്ഥലത്ത് റിസപ്ഷൻ ഉണ്ടാവും. അവിടെ എനിക്ക് ക്ലാസ് എടുക്കണം, രക്തം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് പേര് മാലയിടുന്നു, ബൊക്ക തരുന്നു, കുറേ പേര് കാലുമ വീഴുന്നു. കാലുമ വീഴുമ്പോൾ ഞാൻ പറഞ്ഞു, കാലുമ വീഴുന്നത് എനിക്കിഷ്ടമല്ല, തെറ്റായ ഒരു സംഭവമാണ് ആദ്യകാലത്ത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സംഘാടകരിലൊരുത്ത് പറഞ്ഞു, സാറേ വീണോട്ടെ, ഒന്നിങ്ങനെ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചു തുടങ്ങിയാൽ ഒരുപാട് പേര് വീഴും. അപ്പം എനിക്ക് മനസ്സിലായി പോക്ക് എങ്ങോട്ടാണ്. നാളത്തെ ഒരു ആൾ ദൈവമാകാൻ ഉള്ളൊരു തുടക്കം കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് മുടിയും ഡ്രസ്സൊക്കെ കറക്റ്റാണ്. ഇനി ആ ഒരു റോള് കൂടി അങ്ങനെ ഒരു ആൾ ദൈവം ആവാൻ പറ്റും. മാർക്കറ്റിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ, ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ, ആൾക്കാർ കാലുമ വീഴാന്നുണ്ടെങ്കിൽ, അത് തുടർന്ന് ഞാനൊരു ആശ്രമമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കാണ്ടിരുന്ന് അങ്ങനെ ഒരു ലെവലിലേക്ക് മാറാൻ പറ്റുമായിരുന്നു. പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ആ ഇമേജ് എനിക്ക് വേണ്ട, കാലുമ വീണിട്ട് എന്നെ ആളെ. ആ ഇമേജ് തകർക്കാനാണോ പലയിടത്തും പല സ്റ്റേജിലും കയറിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കോപ്രായം പോലെ തന്നെ എന്നുള്ളതൊക്കെ കാണിക്കുന്നത്? ഈ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇമേജ് ഉണ്ടാക്കും, കുറച്ച് കൂടി എന്ന് തോന്നുമ്പോൾ ഒത്തിരി ഒന്ന് അടിച്ച് താത്തും ഞാൻ എന്നെ തന്നെ. എന്നിട്ട് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കും, അപ്പോൾ ഒരു സുഖം. പിന്നെ വല്ലാണ്ട് കുറഞ്ഞു പോയോ എന്ന് പറയുമ്പോൾ ഒന്ന് നന്നാക്കി റിപ്പയർ ചെയ്തെടുക്കും. അതിൽപ്പെട്ട തന്നെയായിരുന്നു റോൾസ് റോയ്സ്. റോൾസ് റോയ്സിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജയ്പൂർ മഹാരാജാവ്, എനിക്കറിയാം ആ കേസ്. അദ്ദേഹം പണ്ട് മൂപ്പര സൽവാർ കമ്മീസും ഇട്ടിട്ട് ലണ്ടനിൽ പോയിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു. അവർ ദേ ജസ്റ്റ് ത്രൂ ഹിം ഔട്ട്. അവരുടെ അറഗൻസ്, വെസ്റ്റേൺ അറഗൻസ് ഇന്ത്യക്കാരൻ്റെ അടുത്ത് കാണിച്ചാണ്. ഈ മഹാരാജാവ് ആരാണെന്നുള്ളത് അറിയാത്ത അവന്മാർ പറഞ്ഞു, ജസ്റ്റ് ഗെറ്റ് ഔട്ട്, യു കാൻ ബൈ ദിസ് തിങ്, വിൽ നോട്ട് സെൽ ഇറ്റ് യു എന്നൊക്കെ പറഞ്ഞാൽ അവർ വിട്ട്. ഇങ്ങനെ ഇപ്പുറത്ത് വന്ന് ജയ്പൂരിൽ വന്നിട്ട് മോനെ പിടിച്ചിട്ട് കോട്ടും സൂട്ട് പിടിപ്പിച്ചിട്ട് 5 വണ്ടിക്കുള്ള ചെക്ക് വിത്ത് ഡ്രാഫ്റ്റ് ആക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന്, നീ പോയിട്ടത് ബുക്ക് ചെയ്തിട്ട് വന്നു. അവൻ ചെന്നപ്പോഴത്തേക്കും കോട്ടും സൂട്ടൊക്കെ ആയിരിക്കും. 5 വണ്ടിയുടേത് ആ 5 വണ്ടി വന്ന് ജയ്പൂരിൽ ഇറങ്ങുന്നു. നേരെ അങ്ങേരത് കൊണ്ടുപോയിട്ട് മുനിസിപ്പാലിറ്റിക്ക് കുപ്പ എടുക്കാൻ വേണ്ടി കൊടുത്തു. കാലത്ത് റോൾസ് റോയ്സിൽ കുപ്പ എടുത്തുകൊണ്ട് പോകുന്നു. ഇത് പെട്ടെന്ന് റോൾസ് റോയ്സുകാർക്ക് വിവരം കിട്ടി. നിങ്ങളുടെ വണ്ടിയിൽ ബാക്ക് ഡിക്കിയൊക്കെ തുറന്നിട്ട് കുപ്പ എടുത്തിട്ട് കച്ചറ മുഴുവൻ വാരിയിട്ട് പോകുന്നു. എല്ലാം കൂടെ ഓടി വന്ന് മാപ്പ് ചോദിച്ചിട്ട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് അവിടെ ഒരു ഇന്ത്യയുടെ ഒരു അറഗൻസ്, ഇന്ത്യക്കാരനോട് കാണിച്ച അറഗൻസിനോട് ഞാൻ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ടാണ്. കാരണം അദ്ദേഹത്തിനുള്ള കഴിവുണ്ടായിരുന്നു, അതങ്ങ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റോൾസ് റോയ്സ് വാങ്ങിച്ചിട്ട് ഇതിലെ ടാക്സിയൊക്കെ ഇട്ട് ഓടിക്കാൻ എന്തെങ്കിലും അതിൻ്റെ പിറകിലൊരു കാരണമുണ്ടോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ആരും ചെയ്യാത്തത് ചെയ്യാന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ ലോകത്ത് തന്നെ ഉണ്ട്. എൻ്റെ അറിവിൽ ഒരു ടാക്സി, റോൾസ് റോയ്സ് ടാക്സി ഇല്ല. ഹോട്ടലിന് കാറുകളുണ്ട്, പലതൊക്കെ ഉണ്ടെങ്കിൽ ടാക്സി എന്ന് എഴുതിയിട്ടൊരു കാറ് ഇല്ല.